എന്തേ ഇതാണ് വയനയില. ഇന്ന് കുറച്ച് വയനയില കിട്ടിയപ്പോൾ വയനയിലയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വയനയിലയപ്പം ഉണ്ടാക്കുന്നത് അമ്മയാണ്. വയനയില മിക്ക ദിവസവും ഞങ്ങളിവിടെ ഉണ്ടാക്കാറുള്ളതാണ്, വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. തേങ്ങ തിരികെ എടുക്കാം. ഇനി ഏലയ്ക്ക ആവശ്യമായിട്ടുണ്ട്. ഏലയ്ക്ക പൊടിച്ചതാണ് കാണുന്നത്. അമ്മയുടെ അടുത്തൊരു മയത്തിന് തട്ടിയിടാൻ പറഞ്ഞപ്പോൾ ആ പാത്രത്തോടു കൂടി എടുത്ത് തട്ടിയിട്ടിട്ടുണ്ട്. ഇതിലേക്ക് അരിമാവും ഗോതമ്പ് മാവും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അരിമാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതാണ് അമ്മ എടുത്ത് തട്ടിയിട്ടത്. ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര എടുക്കുക. പിന്നെ നേരത്തെ തിരികെ വെച്ചിരുന്ന തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യാം, ഞങ്ങളിവിടെ ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കൂലേ, അതിനെക്കാട്ടിയും കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇലക്കകത്ത് വെച്ച് ഇതുപോലെ മടക്കുക. ഒറ്റ പ്രാവശ്യമായിട്ട് നമുക്ക് മടക്കിയെടുക്കുക, അതല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇറുക്കിൽ കൊരുത്ത് വയ്ക്കാം. ഞങ്ങളുടെ ഒരു മാല പോലെയാണ് ഉണ്ടാക്കുന്നത്, ഇറുക്കിൽ കൊരുത്ത്. ഇതല്ലാതെയും ഉണ്ടാക്കാം. ഇങ്ങനെ അല്ലാതെ ചെറിയ പീസാക്കി എടുത്തിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിലോട്ട് കുത്തി വെച്ചാലും മതി. ഇനി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഈ ഒരു ടൈപ്പ് പാത്രമുണ്ട്, അത് അതിനകത്തോട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഇതിലാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വിസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയായിട്ട് കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടും. മറ്റേതാണെങ്കിൽ നമ്മൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ കുക്കർ അടച്ചിട്ട് നമുക്ക് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് വിസിലൂടെ കേട്ട് നമുക്കിനി ഇത് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആവിയൊക്കെ ഏകദേശം ഒന്ന് പോകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുവരെയും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.